ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. പപ്പിമോള് വിഷ്ണുവിനോട് പറയുന്നു, സത്യയുടെ അച്ഛൻ വന്നിരുന്നു, ദോണ്ടെ സത്യയും അച്ഛനും കൂടെ പോകുന്ന കണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. വിഷ്ണു കരയുവാണോ എന്തുവാ, ചങ്ക് പൊട്ടി ഇങ്ങനെ നോക്കുന്നു. വിഷ്ണുവിൻ്റെ കണ്ണിൽ കൂടെ തീയാണോ പറക്കുന്നത് എന്തുവാന്നറിയില്ല. ആ രീതിക്കാണ് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നത്. സത്യഭാമയും രോഹിത്തും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. ഇത്രയും നാളും ശാലിനിയെ വിശ്വസിച്ച് ശാലിനിയെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന വിഷ്ണുവിന് കിട്ടിയ ഒരു അടിയായിപ്പോയോ അത്. വിഷ്ണു ഇങ്ങനെ ാണ്. എന്താണ് എൻ്റെ മുന്നിൽ കണ്ടത്, ഞാനിത് വിശ്വസിക്കണോ, എൻ്റെ കണ്ണിനെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. അങ്ങനെ ശാലിനിയും സത്യയും കൂടെ വീട്ടിലെത്തിയിരിക്കുവാണ്. ശാരദാമ്മ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ശാരദാമ്മയുടെ അടുത്തോട്ട് സത്യ ഓടിച്ചെന്നിട്ട്, ശാരദാമ്മ ഒരു സർപ്രൈസ് ഉണ്ട് എന്നും പറഞ്ഞ് അവൾക്ക് കിട്ടിയ ആ മൊമെൻ്റോ എടുത്ത് അങ്ങോട്ട് കാണിക്കുവാണ്. ശാരദാമ്മയും ശാലിനിയും പരസ്പരം നോക്കുന്നുണ്ട്. ശാരദാമ്മയ്ക്കറിയാം സത്യയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി നിൽക്കുന്നത് തൻ്റെ മകൾ ശാലിനി തന്നെയാണെന്ന്. സത്യമോള് ചോദിക്കുന്നുണ്ട് ശാരദാമ്മയോട്, ശാരദാമ്മ അമ്മ വന്നില്ലയോ? ഇല്ലല്ലോ മോളെ, ഓഫീസിൽ തിരക്കായിരിക്കും. അയ്യോ, അമ്മയും കൂടി ഇപ്പോൾ വേണമായിരുന്നല്ലോ. അച്ഛനാണെങ്കിൽ പോകാനാണെങ്കിൽ അങ്ങ് ധൃതി കൂട്ടുക. അമ്മ വന്നിരുന്നെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഇനി ആരെങ്കിലും എന്നെ അച്ഛനില്ലാത്ത കൊച്ചാണെന്നും പറഞ്ഞ് കളിയാക്കുമ്പോൾ എനിക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാമല്ലോ. എന്തു പറയണമെന്നറിയാതെ ശാലിനിയും ശാരദാമ്മയും പരസ്പരം ഇങ്ങനെ നോക്കുവാണ്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, മോളെ ഫോട്ടോയൊക്കെ പിന്നൊരു ദിവസം എടുക്കുക. ഇപ്പം തന്നെ അച്ഛൻ ഒരുപാട് വൈകി, അച്ഛൻ എളുപ്പം തന്നെ പോകണം, ജോലിക്ക് കയറണം. ഇനിയും താമസിച്ച് ചെന്നാലേ ഓഫീസിൽ അച്ഛന് വഴക്ക് കിട്ടും. അച്ഛൻ്റെ പൊന്നു മോളല്ലേ, അച്ഛൻ പോയിട്ട് വരാം, മോള് വിഷമിക്കാതെ. ശാരദാമ്മ പറയുന്നു, മോളെ അച്ഛനെ വിഷമിപ്പിക്കാതെ, അച്ഛന് തിരക്കുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെ, അച്ഛൻ പിന്നെ വരുമല്ലോ. അന്നേരം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിന്ന് മോക്ക് ഫോട്ടോ എടുക്കാം. അതല്ല, കുറച്ചു നേരം കൂടെ അച്ഛൻ ഇവിടെ നിൽക്കട്ടെ, ഏതായാലും അച്ഛൻ വന്നതല്ലേ, കുറച്ചു നേരം കൂടെ നിൽക്കച്ച, അമ്മ ഇപ്പം വരും. അമ്മയും കൂടെ വന്നിട്ടേ നമുക്ക് 3 പേർ കൂടെ പുറത്തൊക്കെ പോയെന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒക്കെ വരാം. അങ്ങനെ മതിയച്ചാ, സത്യമോളുടെ കുറേ നാളത്തെ ആഗ്രഹങ്ങളാണ് അതൊക്കെ. ശാലിനി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ശാരദാമ്മയെ നോക്കുന്നു. ശാരദാമ്മയെ സങ്കടപ്പെടുവാണ്. എന്തായി കുഞ്ഞിനോട് പറയേണ്ടത്? മോളെ, അച്ഛന് മോളെയും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോകണം, ഫുഡ് കഴിക്കണം, എല്ലായിടം കറങ്ങാൻ പോകണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷെ അച്ഛനിപ്പോൾ സമയം തീരെ ഇല്ലല്ലോ, അച്ഛന് ജോലിക്ക് കയറണ്ടേ. കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ കമ്പനിയിൽ ലീവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലീവ് കിട്ടുമ്പോൾ ഒരാഴ്ച ഇവിടെ വന്ന് നിന്ന് മോളും അമ്മയായിട്ട് നമുക്ക് എല്ലായിടം കറങ്ങാം കേട്ടോ. എൻ്റെ സത്യമോൾ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ എല്ലാം അച്ഛൻ കൊണ്ടുപോയിരിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യത്തെ ലോങ് ലീവിലായിരിക്കുമെന്ന് മാത്രം. സത്യമാണോ അച്ഛൻ പറയുന്നത്? എൻ്റെ മോളോട് കള്ളം പറയില്ല അച്ഛൻ, സത്യമാണ് കേട്ടോ. ഇപ്പം തന്നെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ലേ, അതുപോലെ അച്ഛൻ വരും. വിഷ്ണുവും സത്യാമ്മയെല്ലാം കൂടെ ശാരദാമ്മയുടെ വീട്ടിലോട്ട് വരികയാണ് കാറില. സത്യാമ്മ ഇങ്ങനെ ഭയങ്കര കടുപ്പിലിങ്ങനെ ദേഷ്യത്തിലിരിക്കുവാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ തകർന്ന് സങ്കടത്തോടെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. സത്യാമ്മ മനസ്സിൽ പറയുക, ഇത്രയും നാൾ അവൾ അവൻ്റെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുമായിരുന്നല്ലോ. അവിടെ പ്രേമവും അഭിനയവും എല്ലാം കാണിച്ച് എൻ്റെ മോനെ ചതിക്കുമായിരുന്നു, വഞ്ചിക്കുമായിരുന്നു. വിഷ്ണുവാണെ സങ്കടത്തോടെ ഇങ്ങനെ വണ്ടി ഓടിക്കുവാണ്. വിഷ്ണു മനസ്സിൽ പറയുക, ഇവൾക്കിതെങ്ങനെ എന്നോട് ചെയ്യാൻ കഴിഞ്ഞു? ശാലിനി അറിയാതെ ഒരിക്കലും അവനിവിടെ വരില്ല. സത്യമ്മ മനസ്സിൽ പറയുക, ദൈവമായിട്ട് അവനെ ഇപ്പം ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് കാണിച്ചു തന്നത്. അല്ലെങ്കിൽ ഇവൾ സ്നേഹം അഭിനയിച്ച് എൻ്റെ മോനെ ചതിക്കുമായിരുന്നല്ലോ, എൻ്റെ മകൻ ആ ചതിയിൽ വീണ് പോവുമായിരുന്നല്ലോ. എൻ്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഇപ്പം കിട്ടിയിരിക്കുന്നു എന്നിങ്ങനെ സത്യഭാമ മനസ്സിൽ പറയുമ്പോൾ വിഷ്ണു ചിന്തിക്കുവാണ്. ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ശാലിനി നീ എന്നോട് ചെയ്തത്. സത്യയുടെ അച്ഛൻ ആരാന്ന് അവള് തന്നെ ഇപ്പം നമുക്ക് കാണിച്ചു തന്നു. അവനെ കല്യാണം കഴിച്ച് അവിടെ താമസിച്ചൊരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ട് എത്ര ധൈര്യത്തോടെ അവൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചത് എൻ്റെ മോൻ്റെ അടുത്ത്. സത്യ എൻ്റെ വീട്ടിലെ ചോരയാണെന്ന് വരെ അവൾ പറഞ്ഞല്ലോ. ശാരദാമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. ഇത്രയും ചതിയും വഞ്ചനയൊക്കെ ഇവരുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചവരിങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. ശാരദാമ്മയാണെങ്കിൽ സത്യമോളെ അകത്തോട്ട് പറഞ്ഞു വിടുവാണ്. മോളെ അകത്തോട്ട് പോയി പാല് കുടിക്കുക എന്നൊക്കെ പറയുന്നു. കാരണം ശാലിനിക്ക് അകത്തോട്ട് കയറി ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റണമല്ലോ. അച്ഛനെ കണ്ട് കൊതി തീർന്നില്ലല്ലോ ശാരദാമ്മ. അച്ഛാ, നമുക്ക് 1-2 സെൽഫി എടുക്കാം. അതിനെന്താ, എടുക്കാവല്ലോ മോളെ എന്നും പറയാം. ശാലിനിയും സത്യമോളും കൂടെ ഉള്ള സെൽഫി എടുക്കുകയാണ്.
സെൽഫി എടുത്തു കൊടുത്ത ആ ഫോട്ടോ നോക്കിക്കൊണ്ട് സത്യമോള് പറയുന്ന നന്നായിട്ടുണ്ട് അച്ഛാ ഉമ്മയെന്നും പറഞ്ഞ് ആ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുക്കുവാണ്. ശാലിനി അങ്ങനെ സത്യമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ശാലിനി അങ്ങ് കരയുവാണ്. അയ്യോ അച്ഛൻ കരയുവാണോ? ഇല്ല മോളെ, അച്ഛൻ്റെ കണ്ണിലൊരു പൊടി പോയതാ, അത് ഈ കണ്ണുനീര് കൊണ്ടങ്ങ് പൊയ്ക്കോളും എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി മനസ്സിൽ പറയുക, ദൈവമേ കുരുന്ന ഹൃദയത്തിന് ഇത്രത്തോളം വേദനിപ്പിക്കുകയാണല്ലോ. എൻ്റെ മോക്ക് അവളുടെ അച്ഛനെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പങ്ങളാണ്, എന്തെല്ലാമാണ് അവൾ മനസ്സിൽ ആഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്നോർത്ത് ശാലിനിയും കരയുവാണ്. അങ്ങനെ ശാരദാമ്മയും ശാലിനിയും കൂടെ പറഞ്ഞ് സത്യമോളെ അകത്ത് പറഞ്ഞു വിടുകയാണ്. ശാരദാമ്മ പെട്ടെന്ന് ശാലിനിയോട് പറയാം, മോളെ വേഗം ചെന്ന് ഡ്രസ്സ് മാറ്, സത്യയുടെ അച്ഛൻ വന്നത് സത്യാമ്മയും വിഷ്ണുവൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഏത് നിമിഷവും അവരോടെ വരും, മോള് പെട്ടെന്ന് വേഷമൊക്കെ മാറിക്കേ എന്ന് പറയുമ്പോൾ ശാലിനി എളുപ്പം പോയി വേഷമൊക്കെ മാറ്റുവാണ്. ശാലിനി അങ്ങനെ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കാർ അവിടെ വന്നു കഴിഞ്ഞു. വിഷ്ണുവാണെങ്കിൽ ആ കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ ഡോർ വലിച്ചങ്ങാഞ്ഞടച്ചിട്ട് ദേഷ്യത്തിൽ നടന്നങ്ങോട്ട് വരികയാണ്. ഡ്രസ്സ് മാറി അകത്തുനിന്ന് വരുന്ന ശാലിനിയാണ് വിഷ്ണു കാണുന്നത്. വിഷ്ണുവിന്റെ ആ ദേഷിച്ചുള്ള നോട്ടവും തീപാറുന്ന കണ്ണും കണ്ട് ശാലിനി അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ശാലിനി ഓടി വന്നിട്ട് വിഷ്ണുവേട്ടാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു അങ്ങനെ പല്ല് കടിച്ച് ദേഷ്യത്തോടെ പറയുന്നു, ഇനി എന്തിനാ അങ്ങനെ വിളിച്ച് നീ എന്നെ അപമാനിക്കുന്നേ? അയ്യോ വിഷ്ണുവേട്ടൻ എന്തുവാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോൾ പറയുന്നതൊന്നും തനിക്ക് മനസ്സിലാവത്തില്ല. നേരത്തെ എൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു തനിക്കെന്നെ മനസ്സിലാക്കാൻ. ഞാൻ എന്തൊക്കെ പറയുമെന്നും അറിയാൻ. മനസ്സുകൾ തങ്ങളിൽ അകലുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യമാണ്. സത്യഭാമ ഈ സമയത്ത് കാറിലിരുന്നുകൊണ്ട് തന്നെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി കണ്ടോണ്ടിരിക്കുവാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് നിനക്ക് നിന്റെ ഇഷ്ടമുള്ളവരൊക്കെ ഇപ്പം നിന്റെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ. വിഷ്ണുവേട്ടൻ എന്തോ മനസ്സിൽ തെറ്റിദ്ധരിച്ചിരിക്കുവാന്നും പറഞ്ഞ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തൊടുമ്പോൾ വിഷ്ണു ആ കൈ തട്ടി മാറ്റിയിട്ട് വിടറി. അപ്പം ഞാൻ സംശയിക്കുന്നതാണോടി ഈ തെറ്റ്? ഞാൻ കണ്ടതും കേട്ടതും എല്ലാം സത്യവുമല്ല കുറ്റവുമല്ല അല്ലേ? ഇതൊക്കെ കേട്ടോണ്ട് ശാരദാമ്മ ഓടി വരുവാണ്. മോനെ എന്താ ഉണ്ടായത്? ഉണ്ടായതല്ല ഇവിടല്ലേ? സത്യക്കൊപ്പം സ്കൂളിൽ വന്നതാരാ? അതെനിക്കിപ്പോൾ അറിയണം. അതാണോ സത്യയുടെ അച്ഛൻ? അപ്പോഴതാണ് വിഷ്ണുവേട്ടൻ്റെ കാര്യം. സത്യയോടൊപ്പം വന്നത് സത്യയുടെ അച്ഛനാണോ എന്ന് വിഷ്ണുവേട്ടൻ അറിയണം എന്നിങ്ങനെ ശാലിനി സാധാരണ മട്ടിലാണ് സംസാരിക്കുന്നത്. ആ സംശയത്തിന്റെ പേരിലാണോ ഈ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ഒക്കെ പറഞ്ഞത്? ശാലിനി, എനിക്ക് എന്നെ മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. ശാരദാമ്മ പറയുക, മോളെ നീ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമാധാനം കളയുന്നത്? നടന്നത് എന്താണെന്ന് നീ വിഷ്ണുവിനോട് തുറന്നു പറ, അവനും അറിയട്ടെ. എന്നായാലും ഇതെല്ലാം വിഷ്ണു അറിയേണ്ടതല്ലേ? പരസ്പരം മനസ്സിലാക്കുന്നവർ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കില്ലമ്മേ. ഇത് തെറ്റിദ്ധാരണയാണോ ശാലിനി? ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടതല്ലേ, അതാരാണെന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വിഷ്ണുവേട്ടാ, ഇത് കഷ്ടമായിപ്പോയി. ഇത്രയും നാൾ ഒരേ മനസ്സും ഒരേ ശരീരമാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു അന്യ ആളിൻ്റെ നിഴൽവട്ടം കണ്ടപ്പോഴേ മനസ്സും തകർന്നു, ഹൃദയവും തകർന്നു. എൻ്റെ വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനെന്നെ അപ്പോഴും ഇപ്പോഴും വിളിക്കൂ. കാരണം അന്നും ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ വിഷ്ണുവേട്ടൻ മാത്രമേ ഉള്ളൂ. കൈവിടറി, നീ കള്ളവാ പറയുന്നേ, കള്ളത്തരവാ നീ പറയുന്നേ. വാക്കുകൾ കൊണ്ട് നീ ആളെ അളക്കുക. വിഷ്ണുവേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ തരും. അതോ വന്നവനെ എനിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കള്ളത്തരം നീ ആലോചിക്കുവാണോടി? വിഷ്ണുവേട്ടാ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നെ അങ്ങ് വല്ലാതെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. വിഷമമുണ്ട് വിഷ്ണുവേട്ടാ. ഇനി ആ വന്നത് ആരാണെന്ന് അറിയണം അല്ലേ? ഞാൻ പറയാം. അത് ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സത്യം ഓടി വന്നിട്ട് പറയുക, അതെൻ്റെ അച്ഛനാണെന്ന് പറയമ്മേ, എൻ്റെ അച്ഛനാ വന്നതെന്ന് പറ. ശാലിനിയും ശാരദാമ്മയും അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, എല്ലാ സത്യവും വിഷ്ണുവിനോട് തുറന്നു പറഞ്ഞ് സംശയങ്ങൾ മാറ്റാവല്ലോ എന്ന് വിചാരിച്ച് ശാലിനി പറയാനൊരുങ്ങുമ്പോഴാണ് സത്യമോൾ ഇങ്ങനെ വന്ന് പറഞ്ഞത്. ഇനി എന്താണ് പറയേണ്ടത്? ഈ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഞാനാണ് അങ്ങനെ വന്നതെന്ന് പറയാനും പറ്റില്ലല്ലോ. ശാലിനി ആകെ കുടുങ്ങിപ്പോയി. സത്യമോൾ ഓടി വന്ന് വിഷ്ണുവിനോട് പറയുക, എൻ്റെ ബിഗ് ഫ്രണ്ടേ, അതാണ് എൻ്റെ അച്ഛൻ. സത്യം അങ്ങനെ വന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു നിൽക്കുന്ന ആ ഒരു നിപ്പ് കാണണം. ദൈവമേ, സഹിക്കില്ല. എൻ്റെ അച്ഛനെ ഭയങ്കര ജോലി തിരക്കുള്ള ആളാ, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കത്തതേ ഉള്ളൂ. അമ്മയോടും അങ്ങനെ, അമ്മയും വിളിച്ച് ദിവസവും സംസാരിക്കും. ഇല്ലേ അമ്മേ? പറയമ്മേ. അമ്മയും വിളിച്ച് അച്ഛൻ സംസാരിക്കത്തില്ലേ? അപ്പൊ ശാലിനിയെയും സത്യയുടെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് വിഷ്ണുവിന് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യവും വിഷമം കൊണ്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞിങ്ങനെ കണ്ണ് തുറിച്ച് നിൽക്കുവാണ്. അച്ഛൻ പോയോ ശാരദാമ്മേ? അല്ലെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നല്ലോ. ശാരദാമ്മ ഉടനെ മോളിങ്ങി വന്നേ, മോക്ക് പാലെടുത്ത് വെച്ചിരിക്കുന്ന പാല് കുടിക്ക് എന്നും പറഞ്ഞ് ശാരദാമ്മ വല്ലച്ചാതിലും സത്യ വിളിച്ചങ്ങ് അകത്തോട്ട് കൊണ്ടുപോവാണ്. ബിഗ് ഫ്രണ്ട് അടുത്ത തവണ വരുമ്പോഴേ ഞാൻ എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി തരാവേ എന്നും പറഞ്ഞാണ് സത്യമോൾ അകത്തോട്ട് കയറിപ്പോകുന്നത്. ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന വിഷ്ണുവിനോട് ശാലിനി പറയുക, വിഷ്ണുവേട്ടാ, അതെന്താ മോള് പറഞ്ഞതെന്ന് വെച്ചാൽ മിണ്ടരുത് നീ എന്നോട്. എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ടടി, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കുമായിരുന്നു.
നീ കാണിക്കുന്ന സ്നേഹവും കരുതലുമെല്ലാം ഒരുവിധം അഭിനയമായിരുന്നു അല്ലേടി എന്നും പറഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടാണ് വിഷ്ണു ചോദിക്കുന്നത്. അയ്യോ എൻ്റെ വിഷ്ണുവേട്ട, അങ്ങനെയൊന്നും അല്ല കാര്യം. മിണ്ടരുത് നീ, സത്യ പറഞ്ഞല്ലോ അമ്മയെ വിളിക്കാറുണ്ടെന്ന്. എങ്ങനെ തോന്നുന്നടി നിനക്ക് എന്നെ ഇങ്ങനെ വഞ്ചിക്കാൻ? ശാരദാമ്മ ഓടി വന്നിട്ട് പറയാം, മോനെ മോനെ നീ എന്തൊക്കെയായി പറയുന്നത്? ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് മോൻ സംസാരിക്കുന്നത്. മോനെ ഞാൻ പറയാം, വേണ്ട, എനിക്കിനി ഒന്നും അറിയണ്ട. എനിക്കറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേരുന്നതല്ലെന്ന് മോൾക്ക് പറഞ്ഞു കൊടുക്ക് ശാരദാമ്മേ. അത് കേട്ട് ശാരദാമ്മ അങ്ങ് ഞെട്ടിയിട്ട്, വിഷ്ണു മോനെ നീ എന്തോ പറയുന്നേ? വേണ്ടാമ്മേ, പറയട്ടെ, പറയാനുള്ളതൊക്കെ വിഷ്ണുവേട്ടൻ പറയട്ടെ. എൻ്റെ മര്യാദ കൊണ്ടാടി ഞാൻ ഇങ്ങനെയെങ്കിലും സംസാരിക്കുന്നേ. എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുക. വിഷ്ണുവിൻ്റെ ആ വാക്ക് കേട്ട് ശാലിനി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. പെട്ടെന്ന് വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യെ കയറി പിടിക്കുവാണ്. വിഷ്ണുവേട്ട, സത്യം എന്താണെന്ന് വിഷ്ണുവേട്ടൻ അറിയണം. ആ സത്യം അറിയാതെ വിഷ്ണുവേട്ടൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ സത്യാമ്മ കാറിലിരുന്നോണ്ട്, ശാലിനി നീ എൻ്റെ മകനെ ഭീഷണിപ്പെടുത്തുവാന്നോടി എന്നും പറഞ്ഞ് ദേഷിച്ച് സത്യാമ്മ ഇങ്ങോട്ട് വരുമ്പോൾ ശാലിനി പതുക്കെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നങ്ങ് കൈ വിടുവാണ്. ദേ, ഞാനെല്ലാം കണ്ടു കേട്ടു. സത്യയുടെ അച്ഛൻ ആരാണെന്ന് നിന്നോട് ഞാൻ പലവട്ടം ചോദിച്ചു. അപ്പോഴെല്ലാം കൃത്യമായി നീ എനിക്കൊരു ഉത്തരം തരാതെ സത്യയുടെ അച്ഛൻ്റെ സ്ഥാനം എൻ്റെ മകൻ്റെ പുറത്ത് കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു. എന്തിനായിരുന്നടി ഈ നാടകം? നീ IAS ട്രെയിനിങ് എന്നും പറഞ്ഞ് പോയത് ഇപ്പോൾ ഈ അവതരിച്ചിരിക്കുന്ന നിന്റെ ഈ പുതിയ ഭർത്താവുമായിട്ട് കറങ്ങാനായിരുന്നല്ലേ? ഇനി നീ എൻ്റെ മകൻ്റെ പിന്നാലെ എങ്ങാനും വന്നാലുണ്ടല്ലോ, ഈ സത്യഭാമ ആരാന്ന് നീ ശരിക്കറിയും. ദൈവമായിട്ടാടി ഇപ്പോഴത്തെ നിന്റെ ഭർത്താവിനെ ഞങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചത്. ഇല്ലെങ്കിൽ എൻ്റെ മോൻ പാവം ഇനിയും ചതിക്കപ്പെട്ടാനെ. എന്തു പറയണമെന്നറിയാതെ ഒരു ജീവശവം പോലെ ശാലിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ തന്നെ നോക്കുവാണ്. ശാരദാമ്മ പറയുന്നു, എൻ്റെ സത്യാമ്മ നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇനി എന്തറിയാനാ? അറിഞ്ഞിടത്തോളമൊക്കെ മതി. ശാരദാമ്മ, നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ ആണല്ലോ. നുണക്കഥകൾ കൊണ്ട് ജീവിതത്തെ വിലക്കെടുത്തവർ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എൻ്റെ മകന് ഇനി ഇങ്ങനൊരു ബന്ധം വേണ്ട. നടക്കടാ അങ്ങോട്ട് എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ശാലിനി പെട്ടെന്ന് കയ്യെ കയറി പിടിച്ച് വിഷ്ണുവേട്ട എന്ന് പറയുമ്പോൾ വിഷ്ണു ആ കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. എന്നിട്ട് പറയുന്നു, മതി. ശാലിനി കരഞ്ഞോണ്ട് പറയാ, വിഷ്ണുവേട്ട പ്ലീസ് പ്ലീസ് വിഷ്ണുവേട്ട. വിഷ്ണു അത് കേൾക്കാതെ പെട്ടെന്ന് ദേഷ്യത്തോടെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യം എന്താണെന്നറിയാതെ ശാലിനി വീണ്ടും ക്രൂശിക്കപ്പെടുകയാണ്. ശാലിനിയുടെ നിരപരാധിത്വം എപ്പോൾ തെളിയുമെന്ന് പറയാൻ പറ്റുന്നില്ല. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.